കുട്ടികളായാലും മുതിർന്നവരായാലും ഫോണിൻ്റെ യൂസേജ് കൂടിക്കൊണ്ടേ വരികയാണ്. ഒരു റീസെൻറ്റ് സ്റ്റഡി അനുസരിച്ച് കുട്ടികളുടെയും ടീനേജേഴ്സിൻ്റെയും ഒരു ആവറേജ് സ്ക്രീൻ ടൈം എന്ന് പറയുന്നത് 4 മുതൽ 6 മണിക്കൂർ വരെയാണ്. ഇനി അത് മുതിർന്നവരിലേക്ക് പോയാലോ, അവരുടെ ജോലി സംബന്ധമായ കാര്യങ്ങളൊക്കെ പരിഗണിച്ചാണെങ്കിലും അവർക്കൊരു 7 മുതൽ 10 മണിക്കൂർ വരെയാണ് അവരുടെ സ്ക്രീൻ ടൈം. ഇങ്ങനെ ഇത് കണ്ടിന്യൂ ചെയ്തു പോകുമ്പോൾ നമ്മുടെ ഐസിന് ധാരാളം സ്ട്രെയിൻ എടുക്കേണ്ടി വരുന്നുണ്ട്. ഇതിനെ നമ്മൾ ഡിജിറ്റൽ ഐ സ്ട്രെയിൻ എന്നാണ് പറയുന്നത്. കൂടാതെ ഐ ഡ്രൈനെസ്സും അനുഭവപ്പെടാം. ഇത് കാരണം തലവേദനയും ഉണ്ടാകാം. പക്ഷെ ആരെങ്കിലും ഐ ഹെൽത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? ഇല്ല. അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ ഒരു ഹെൽത്തി ഐസ് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് 1-2 ടിപ്സാണ് നോക്കുന്നത്. അപ്പോൾ ഇതിനായിട്ട് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും സിമ്പിളായിട്ടുള്ള ഒരു കാര്യമാണ് ഐസ് നല്ലോണം ടൈറ്റായിട്ടൊന്ന് ക്ലോസ് ചെയ്യുക, അതേപോലെ ഓപ്പൺ ചെയ്യുക. നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാവും നമ്മൾ ഏത് കാര്യത്തിലാണോ കൂടുതൽ ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നാച്ചുറലി സംഭവിക്കേണ്ടത് ബ്ലിങ്കിങ് ഓഫ് ദി ഐസ്, അല്ലെങ്കിൽ നമ്മളിങ്ങനെ കണ്ണ് ചിമ്മാറുണ്ട് അല്ലേ, അത് സംഭവിക്കുന്നില്ല. അപ്പോൾ എന്ത് പറ്റും? നാച്ചുറലി ഐ സ്ട്രെയിൻ ആകുന്നു, ധാരാളം ടൈറ്റ്നെസ് ഐ മസിൽസിന് ഉണ്ടാവുന്നു. അപ്പോൾ കണ്ണ് സ്ക്രീനിൽ നിന്ന് ഒന്ന് മാറ്റി ഒരു 5 തവണ ടൈറ്റായിട്ടൊന്ന് കണ്ണ് ക്ലോസ് ചെയ്യുക, അതേപോലെ ഓപ്പൺ ചെയ്യുക. ഇങ്ങനെ ഒരു 5 മുതൽ 10 തവണ വരെ ചെയ്യുന്നത് വളരെ നന്നായിരിക്കും. ഇത് നമ്മുടെ ഒപ്റ്റിക് നെർവ്സിനെ റിലാക്സ് ചെയ്യുകയും ഐ സ്ട്രെയിൻ കൊണ്ടുവരുന്ന ടെൻഷൻ ഹെഡേക്കിനെ ഇല്ലാതാക്കുകയും ചെയ്യുന്നു. ഇനി നമ്മുടെ നെക്സ്റ്റ് ടിപ്പാണ് പാമിങ്. അതിന് നമ്മളിങ്ങനെ കൈ രണ്ടും നല്ലോണം ഇങ്ങനെ ചൂടാക്കിക്കൊണ്ടിരിക്കുക. ഒരു കപ്പ് ഷേപ്പ് കൈ കൊണ്ടുണ്ടാക്കി കണ്ണിൻ്റെ ചുറ്റിനും ഇതേപോലെ ഇങ്ങനെ വെച്ചു കൊടുക്കുക. ഇങ്ങനെ നമ്മളൊരു 10 സെക്കൻഡ് എങ്കിലും ഇടവിട്ട് നമ്മളൊരു 5 മുതൽ 10 തവണ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ഐ സ്ട്രെയിൻ കൊണ്ടുവരുന്ന ഹെഡേക്സിന് ഒരു സൊല്യൂഷനാണ്. അതേപോലെ നമ്മുടെ ഒപ്റ്റിക് നെർവ്സിനെയും ഇത് നല്ലോണം റിലാക്സ് ചെയ്യുന്നു. ഇനി നമ്മളിങ്ങനെ പാമിങ് ചെയ്ത് ഉണ്ടായ ആ ചൂടുണ്ടല്ലോ, അത് നമ്മുടെ ഫുൾ ഐസിനെ അറൗണ്ട് ആയിട്ടുള്ള ബ്ലഡ് സർക്കുലേഷനെ ഇംപ്രൂവ് ചെയ്യുന്നു. അങ്ങനെ നമ്മുടെ ഐസിൻ്റെ സ്ട്രെയിൻ കുറയ്ക്കുന്നു.